പ്രാർത്ഥിക്കാം. സഭയുടെ നാഥനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, ഈ മനോഹരമായ നിമിഷത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരു ആഴ്ച കൂടി പിന്നിട്ട് പുതിയ ആഴ്ചയുടെ പ്രഭാതത്തിൽ ഈ വിശുദ്ധ ദിവസത്തിൽ ഞങ്ങൾക്കൊരു സമൂഹമായി സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്ന് സ്തുതിക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ തരുന്ന വലിയ ഭാഗ്യത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ആരാധനയിൽ വ്യാപരിക്കുന്ന ദൈവരൂപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. അല്പസമയം വചനത്തിന് മുൻപിലായിരിക്കുമ്പോൾ വചനത്തെ മനസ്സിലാക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ കണ്ണുകളെ തുറക്കണമേ. ഏതാത്മാവിനാൽ ഇത് എഴുതപ്പെട്ടുവോ അതേ ആത്മാവിനാൽ ഇത് കേട്ട് അനുസരിച്ച് അതേ ആത്മാവിനെ പേറി ഞങ്ങളുടെ ജീവിതങ്ങളെ നയിക്കുന്നവരായി തീരുവാൻ ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ആഹ്വാനം നൽകണമേ. ആദ്യോടന്തം കർത്താവിൻ്റെ കൃപ വ്യാപരിക്കണമേ. പ്രസംഗിക്കുന്ന എനിക്കും കേൾക്കുന്ന നിന്റെ ജനത്തിനും ഒരുപോലെ ഇന്നത്തെ വചനം സ്വാധീനിക്കപ്പെടുവാൻ ദൈവമേ അങ്ങടിയാക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി നമ്മൾക്കൊരുമിച്ച് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ ധ്യാനിക്കുവാൻ വലിയവനായ ദൈവം ഒരുക്കുന്ന വലിയ അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇത്രയും ബഹുമാനം സ്നേഹവുമുള്ള ബഹുമാനപ്പെട്ട ടി ഉമ്മനച്ചൻ, തോമസ് മാത്യു അച്ഛൻ, സിബി മാത്യു അച്ഛൻ, നമ്മുടെ ഇടവപ്പെട്ടക്കാരനായി ഈ ദിവസങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്ന അലക്സ് പി ഉമ്മനച്ചൻ, എല്ലാവരെയും ഓർത്ത ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവരോടും പ്രിയ മാതൃസഭയോടും എൻ്റെ സ്നേഹവന്ദനം ആമുഖമായി അറിയിക്കട്ടെ. കഴിഞ്ഞ 3 വർഷക്കാലം ബാംഗ്ലൂർ UTCയിൽ വൈദിക പഠനം നടത്തുവാൻ വലിയവനായ ദൈവം അവസരം നൽകി. ഈ ദിവസങ്ങളിലൊക്കെ വചനവുമായി നിൽക്കുവാനും എൻ്റെ മിനിസ്ട്രി ഫോർമേഷനിലുമൊക്കെ ഇടയാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എൻ്റെ മാതൃസഭയുടെ പ്രാർത്ഥനയും കരുതലുമാണ്. എപ്പോൾ കടന്നു വരുമ്പോഴും അല്ലെങ്കിൽ എപ്പോൾ കാണുമ്പോഴും നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനകളുമൊക്കെ ആഹ്വാനം ചെയ്യുന്നത്, ഉറപ്പ് നൽകുന്നതൊക്കെ എന്നെ ധൈര്യപ്പെടുത്തുന്നു, ഉറപ്പിക്കുന്നു, ശുശ്രൂഷയിൽ കൂടുതൽ വിനയപ്പെടുത്തുന്നു എന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അച്ഛൻ ഓർപ്പിച്ചതുപോലെ ഞാൻ ഈ ബുധനാഴ്ച UTCയിലേക്ക് മടങ്ങിപ്പോവുകയാണ്. അവസാന വർഷത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇനിയുമുള്ള ഒരു വർഷം ഏറ്റവും അനുഗ്രഹീതമായ വചന പഠനം നടത്തുവാനും ദൈവഹിതമായാൽ ദൈവത്തിൻ്റെ കയ്യിൽ ഇണങ്ങിയ ആയുധമായി എടുത്തുപയോഗിക്കുവാനും ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും കൈത്താങ്ങലുകളും എല്ലാ സഹകരണവും ഈ ദിവസങ്ങളിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ വചനധ്യാനത്തിനായി നമുക്ക് ഏവർക്കും തയ്യാറെടുക്കാം. ഇന്നത്തെ വചനധ്യാനം നമുക്കെല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിവുള്ളതുപോലെ പെന്തക്കോസ്തിൽ 1-ാമത്തെ ഞായറാഴ്ചയാണിന്ന്. കഴിഞ്ഞ ആഴ്ച ബിബിൻ സാർ പ്രസംഗിച്ചത് പെന്തക്കോസ്തിൻ്റെ അനുഭവത്തെക്കുറിച്ചാണ്. സഭ ഒന്നടങ്കം പെന്തക്കോസ്തിന് പിൻപുള്ള 1-ാമത്തെ ഞായറാഴ്ച തൃത്വ ഞായറാഴ്ചയായി കൊണ്ടാടുന്നു. നാം ശ്രദ്ധിച്ചുവെങ്കിൽ ഇന്ന് 1-ാം പാഠമായി വായിച്ച് കേട്ടത് യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 4 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണ്. 2-ാം പാഠമായി വായിച്ചു കേട്ടത് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 13-ാം അധ്യായം 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങളും, സുവിശേഷ ഭാഗമായി മത്തായി 28 അതിൻ്റെ 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങളുമാണ്. ദക്ഷിണേന്ത്യ സഭയായി ഈ തൃത്വ ഞായറാഴ്ചത്തേക്ക് വേർതിരിച്ചിരിക്കുന്ന വിഷയം ദൈവത്തിൻ്റെ തൃത്വത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. വി ബിലീവ് ഇൻ ദി ട്രയൂൺ ഗോഡ്. ട്രിനിറ്റി അല്ലെങ്കിൽ തൃത്വം നമ്മൾ സദാസമയവും ശ്രവിക്കുന്നതും പറയുന്നതും ധ്യാനിക്കുന്നതുമായ വിഷയമാണ്. എന്താണ് തൃത്വം? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, അവർ 3 ആളത്വങ്ങൾ ആണെങ്കിൽ പോലും 3 കൂടെ ചേരുമ്പോഴുള്ള അനുഭവത്തെ പറയുന്നതാണ് തൃത്വം. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ എല്ലാവരും പറയും ട്രിനിറ്റി എന്ന കോൺസെപ്റ്റ് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ വളരെ ലളിതമായി പറഞ്ഞാൽ വെള്ളം, അതിൻ്റെ കെമിക്കൽ ഫോം എന്ന് പറയുന്നത് H2O, 2 ആറ്റം ഹൈഡ്രജനും 1 ആറ്റം ഓക്സിജനും കൂടെ ചേരുന്നതാണ് വെള്ളം. ഇത് 3 കൂടെ ചേരുമ്പോൾ ഹൈഡ്രജൻ അല്ലാതെയായി മാറുന്നില്ല, ഓക്സിജൻ അല്ലാതെയായി മാറുന്നില്ല. എന്നാൽ ഇത് 3 കൂടെ ചേരുമ്പോൾ അത് വെള്ളമായി മാറുന്നു. അതുപോലെ തന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടെ ചേരുമ്പോൾ അത് തൃത്വമായി മാറുന്നതായി മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ്
ത്രിയേക ദൈവത്തിൻ്റെ വാഴ്വുകളും അനുഗ്രഹവും കൃപയും നമ്മളോട് കൂടെ ഉണ്ടാകട്ടെ എന്ന് പട്ടക്കാരും മുതിർന്നവരും ആശീർവാദമായി പകർന്നു നൽകുന്നത്. അത് നമുക്ക് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം രണ്ടാം ലേഖനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങോട്ട് നമുക്ക് വരാം. ഈ തൃത്വത്തെ നമുക്ക് വേദപുസ്തകത്തിൽ തിരുവചനത്തിൽ ആദ്യോടം നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ അതിൻ്റെ ചില തെളിവുകൾ നിങ്ങളോട് ആമുഖമായി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മത്തായി സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ വ്യക്തമായി യോഹന്നാൻ സ്നാപകൻ തൃത്വത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് യോഹന്നാൻ പറയുന്നത്? യോഹന്നാൻ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ദൈവത്തിങ്കലേക്കുള്ള മാനസാന്തരം, പിന്നാലെ വരുന്ന മശിഹായെ വിശ്വസിക്കുക, പരിശുദ്ധാത്മാവിലുള്ള സ്നാനം. അവിടെ യോഹന്നാൻ 3 സ്റ്റെപ്സ് പറയുകയാണ്. ദൈവത്തിലേക്കുള്ള മാനസാന്തരം എങ്ങനെയാണ് സാധിക്കുന്നത്? അതെൻ്റെ പിന്നാലെ എൻ്റെ പുറകെ വരുന്നവൻ എന്നിലും ബലമേറിയവനാണ്, എന്നേക്കാൾ ശക്തനായവനാണ്, അവൻ്റെ ചെരുപ്പിൻ്റെ വാറ് കുനിഞ്ഞഴിക്കുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറയുമ്പോൾ എൻ്റെ പിന്നാലെ വരുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിൽ വിശ്വസിക്കുകയാണ് ഒന്നാമത്തെ പടി, മാനസാന്തരത്തിലേക്കുള്ള അനുഭവം. വിശ്വസിച്ച് കഴിഞ്ഞാൽ നാം എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിനാലുള്ള സ്നാനം നടത്തണം. നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം കഴിഞ്ഞവരാണെന്ന് വിശ്വസിക്കുന്നു. വെള്ളത്താൽ ഉള്ള സ്നാനവും തീയാലുള്ള സ്നാനവുമുണ്ട്. നമ്മളെല്ലാവരും വെള്ളത്താലുള്ള സ്നാനം കഴിഞ്ഞിട്ട് ആയിരിക്കുന്നവർ. എന്നാൽ തീയാലുള്ള സ്നാനം എന്താണ്? പരിശുദ്ധാത്മാവിനാലുള്ള സ്നാനം. പരിശുദ്ധാത്മാവിനെ ഏറ്റെടുത്ത് അത് ജീവിതത്തിന് അനുഭവമായി ഇടുങ്ങിയ വഴിയിലൂടെ സ്വർഗത്തിലേക്കുള്ള യാത്രയിലേക്ക് പോകുമ്പോൾ ഉള്ള അനുഭവമാണ് പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം. രണ്ടാമത്തെ തെളിവ് നമുക്ക് യേശുവിൻ്റെ ജനനം അത്ഭുതമായി ഇന്നും ചരിത്രകാരന്മാർ പറയുന്നതിന് കാരണം അത് തൃത്വത്തിൻ്റെ പ്രാധാന്യം കാരണമാണ്. മൂന്നാമത്തെ തെളിവ് യേശുവിൻ്റെ സ്നാനം. യോർദാനിൽ യോഹന്നാൻ സ്നാപകൻ യേശുവിനെ സ്നാനം കഴിക്കുമ്പോൾ പുത്രൻ നിൽക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറയുകയും ആ സമയത്ത് പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ മുകളിൽ നിന്ന് ഇറങ്ങി വരികയും ചെയ്യുന്നു. അപ്പോൾ ഈ 3 കൂടെ സംയോജിക്കുന്ന ഒരനുഭവമായിരുന്നു യേശുവിൻ്റെ സ്നാനം. അതുകൊണ്ട് തൃത്വം ലളിതമായി പറഞ്ഞു തരുവാൻ ഞാൻ ആഗ്രഹിച്ചു. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ചേരുന്ന ത്രിയേക ദൈവത്തിൽ നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു. എന്നാൽ വൈ ഷുഡ് വി ബിലീവ് ഇൻ ദിസ് ട്രിനിറ്റി? എന്തുകൊണ്ട് നാം ഈ തൃത്വത്തിൽ വിശ്വസിക്കണം? 3 കാര്യങ്ങൾ വേഗത്തിൽ ചിന്തിച്ച് അവസാനിപ്പിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി നാം വായിച്ചു കേട്ട എഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം അതിൻ്റെ 1-ാം അധ്യായം 4 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. ഇത് വായിച്ച ആശിഷ് എൻ്റെ അടുത്ത് വന്ന് പറയുകയായിരുന്നു, ഇത് കട്ടിയായ ഒരു ഭാഗമാണ്, എന്തെങ്കിലും തെറ്റിയോ എന്ന് ചോദിച്ചു. ഞാനപ്പോൾ ആശിഷിനോട് പറഞ്ഞു കൊടുക്കുകയായിരുന്നു, നമുക്കിത് മനസ്സിലാക്കുവാൻ പാടുള്ള ഒരു ഭാഗമാണെങ്കിൽ പോലും എഹെസ്കേലിനുണ്ടാകുന്ന ദർശനമാണ് ഇവിടെ എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. ഞാൻ ആദ്യമായി ഈ പ്രാവശ്യത്തെ അൽമനാക്ക് തുറന്ന് നോക്കിയപ്പോൾ എഹെസ്കേലിൻ്റെ 1-ാം അധ്യായം 4-ാം വാക്യം മുതൽ 28-ാം വാക്യം വരെ വായിച്ചപ്പോൾ എനിക്കും വളരെ കട്ടിയായിട്ട് അത് തോന്നിയെങ്കിൽ പോലും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയപ്പോൾ അത് വളരെ ലളിതമായി നമ്മളോട് സംസാരിക്കുന്ന ഒരു ഭാഗമാണെന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു. ആ ഭാഗത്തെ ആസ്പദമാക്കി ഒന്നാമതായി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു, വൈ ഷുഡ് വി ബിലീവ് ഇൻ ട്രിനിറ്റി? ട്രയൂൺ ഗോഡ് റെസ്റ്റോഴ്സ് അവർ ഫെയ്ത്ത്. തൃത്വം നമ്മുടെ വിശ്വാസത്തെ പുനഃസ്ഥാപിക്കുന്നു. എഹെസ്കേൽ നമുക്കെല്ലാവർക്കും അറിവുള്ളതുപോലെ ഒരു പ്രവാചകനാണ്. എന്നാൽ ജനിച്ചപ്പോൾ മുതൽ അവൻ പ്രവാചകനായിരുന്നോ? അല്ല. എഹെസ്കേലിനുണ്ടായ ഒരു ദൈവ മഹത്വത്തെക്കുറിച്ചുള്ള ഒരു വിഷൻ ആണ് ഈ എഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ നാം കാണുന്നത്. BC 597 യഹോയാക്കീൻ രാജാവിനോടുകൂടെ പ്രവാസിയായി ബാബേലിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തിയാണ് എഹെസ്കേൽ. തൻ്റെ 25-ാമത്തെ വയസ്സിൽ രാജാവിനോടൊപ്പം പ്രവാസിയായി, തൻ്റെ സ്വന്തം രാജ്യത്തല്ല മറ്റൊരു രാജ്യത്തെ പ്രവാസിയായി കടന്നു വന്ന വ്യക്തിയായിരുന്നു എഹെസ്കേൽ. BC 592-ാമത്തെ വർഷം അദ്ദേഹത്തിന് 30 വയസ്സുള്ളപ്പോൾ ദൈവം ഒരു നിയോഗം നൽകുകയാണ്. എന്താണ് നിയോഗം? പ്രവാസികളുടെ ഇടയ്ക്ക് പ്രവാചക ശുശ്രൂഷ നിറവേറ്റുന്നതിനുള്ളൊരു നിയോഗം എഹെസ്കേലിന് നൽകുകയാണ്. എന്താണ് 30-ാം വയസ്സിൻ്റെ പ്രത്യേകത? യേശു തമ്പുരാൻ തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചത് 30-ാമത്തെ വയസ്സിലാണ്. 33 വയസ്സുള്ളപ്പോഴാണ് ഇവിടെ ഉയർത്തെഴുന്നേൽക്കുന്നത്, മരിച്ചതിന് ശേഷം ഉയർത്തെഴുന്നേൽക്കുന്നത്. 30-ാമത്തെ വയസ്സിന് പഴയ നിയമത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. സംഖ്യാപുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ പൗരോഹിത്യ ശുശ്രൂഷ ഏൽക്കുവാനും സമാഗമന കൂടാരത്തിൽ ശുശ്രൂഷകൾ ഏറ്റെടുക്കുവാനുള്ള വയസ്സ് 30 ആയിരുന്നു.
അപ്പോൾ പഴയ നിയമം മുതൽ യേശുവിൻ്റെ ശുശ്രൂഷ കാലയളവ് വരെ 30-ാം വയസ്സിന് പ്രാധാന്യമുണ്ടായിരുന്നു. അതുപോലെ തന്നെ യെഹെസ്കേൽ പ്രവാചകൻ തൻ്റെ നിയോഗം, ബാബേൽ പ്രവാസികളുടെ ഇടയ്ക്കുള്ള പ്രവാചക ശുശ്രൂഷയുടെ നിയോഗം ഏറ്റെടുക്കുന്നത് 30-ാമത്തെ വയസ്സിലാണ്. ആ 30-ാമത്തെ വയസ്സിൽ യെഹെസ്കേലിനുണ്ടാകുന്ന ദർശനമാണ് നാം ഇവിടെ കാണുന്നത്. എന്താണ് ആ ദർശനം? ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ ദാറ്റ് വിഷൻ ഇസ് അബൌട്ട് ഗോഡ്സ് ഗ്ലോറി, ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചുള്ള ദർശനമാണ്. ആ ദർശനത്തിൽ ഒരു സാധനമാണ് കാണുന്നത്. എന്താണ് ആ സാധനം, അല്ലെങ്കിൽ എന്താണ് ആ ജീവി? കെരൂബ്. കെരൂബ് എന്ന പദം നമുക്ക് സുപരിചിതമായിരിക്കും. പ്രാർത്ഥിക്കുന്ന മുതിർന്നവരെപ്പോഴും കെരൂബുകളുടെ കാവലിനെക്കുറിച്ച്, കരുതലിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന മുതിർന്നവരെ ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ അമ്മച്ചിയും പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആദ്യമായി ഞാൻ കെരൂബ് എന്താണെന്ന് മനസ്സിലാക്കിയത് അമ്മച്ചിയുടെ പ്രാർത്ഥനയിൽ കൂടിയാണ്. അപ്പോൾ കെരൂബ് എന്താണെന്ന് തിരുവചനത്തിൽ 3 ഇടങ്ങളിൽ പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 3-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ ആദാമ്യ വീഴ്ചയ്ക്ക് ശേഷം ഏദൻ തോട്ടത്തിന് കാവൽ നിൽക്കുന്ന കെരൂബുകളെ കാണുന്നുണ്ട്. 2-ാമതായി കെരൂബുകളെ കാണുന്നത് യെഹെസ്കേലിൻ്റെ ദർശനത്തിലാണ്. 3-ാമതായി കെരൂബുകളെ കാണുന്നത് യോഹന്നാന് വെളിപ്പാടുണ്ടാകുമ്പോൾ, വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിൽ കെരൂബുകളെ കാണുന്നു. എന്നാൽ യെഹെസ്കേൽ കെരൂബുകളെ കാണുമ്പോൾ അതിൻ്റെ 4 രൂപങ്ങളെയാണ് ഇവിടെ കാണുന്നത്. രൂപഭാവങ്ങൾ, 4 ഭാവങ്ങൾ അവിടെ കാണുന്നു. 1-ാമത്തെ ഭാവം സിംഹത്തിൻ്റെ മുഖം, 2-ാമത്തെ ഭാവം കാളയുടെ മുഖം, 3-ാമത്തെ ഭാവം മനുഷ്യൻ്റെ മുഖം, 4-ാമത്തെ ഭാവം കഴുകൻ്റെ മുഖം. ഇങ്ങനെ 4 ഭാവങ്ങളാണ് യെഹെസ്കേൽ അവിടെ ദർശനത്തിൽ കാണുന്നത്. എന്താണ് സിംഹത്തിൻ്റെ മുഖം? സിംഹത്തിൻ്റെ മുഖം മത്തായിയുടെ സുവിശേഷം ആധാരമാക്കിയുള്ളതാണ്. അത് ക്രിസ്തുവിൻ്റെ രാജ്യത്വത്തെ സൂചിപ്പിക്കുന്നതാണ് സിംഹത്തിൻ്റെ മുഖം. കാളമുഖം എന്താണ്? അത് മർക്കോസിൻ്റെ സുവിശേഷത്തെ ആധാരമാക്കിയുള്ളതാണ്. അത് യേശു ക്രിസ്തു ദാസനാണ് എന്ന് കാണിക്കുന്നതാണ് കാളയുടെ മുഖം. മനുഷ്യൻ്റെ മുഖം എന്താണ്? ക്രിസ്തു പരിപൂർണ മനുഷ്യനാണ് എന്ന് കാണിക്കുന്നതാണ് മനുഷ്യമുഖം. അത് ലൂക്കോസിൻ്റെ സുവിശേഷത്തെ ആധാരമാക്കി. കഴുകൻ്റെ മുഖം ക്രിസ്തു പൂർണ്ണ ദൈവമാണെന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തെ ആധാരമാക്കി പറയുന്നു. അപ്പോൾ യെഹെസ്കേൽ കണ്ട ദർശനം കെരൂബുകളാണ്. ആ കെരൂബുകളുടെ 4 ഭാവങ്ങളെ നാം കണ്ടു. ക്രിസ്തുവിൻ്റെ രാജ്യത്വത്തെക്കുറിച്ച്, ക്രിസ്തു ദാസനാണെന്ന്, ക്രിസ്തു പൂർണ്ണ മനുഷ്യനാണെന്ന്, ക്രിസ്തു പൂർണ്ണ ദൈവമാണെന്ന് കാണിച്ചു കൊടുത്ത ഒരു ദർശനമായിരുന്നു യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ കണ്ടത്. ഈ പ്രവാചകൻ കണ്ട ദർശനത്തിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. ആ പ്രത്യേകതയാണ് നാം ഇന്ന് ഏറ്റെടുക്കേണ്ടത്. അവൻ്റെ വിശ്വാസത്തെ പുനഃസ്ഥാപിക്കുവാൻ, അവൻ്റെ വിശ്വാസത്തെ റിസ്റ്റോർ ചെയ്യുവാൻ കാരണം അവൻ്റെ വിശ്വാസത്തിലെ അചഞ്ചലമായ വിശ്വാസത്തിന് ഉടമയായിരുന്നത് കൊണ്ട് മാത്രമാണ്. എന്തുകൊണ്ടാണ് ദൈവം അവൻ്റെ വിശ്വാസത്തെ ഉറപ്പിച്ചത്? അന്ന് വരെ സമാഗമന കൂടാരത്തിലും യെരുശലേം ദേവാലയത്തിലും ഉതങ്ങി നിന്നിരുന്ന യഹോവയുടെ സാന്നിധ്യം വിജാതിയരുടെ മധ്യത്തിൽ, പ്രവാസികളുടെ മധ്യത്തിൽ നിലനിന്നിരുന്ന ഈ യെഹെസ്കേലിൻ്റെ മുമ്പിൽ ദൈവിക ദർശനമായി വെളിപ്പെട്ടു. പ്രിയമുള്ളവരെ, നാം പ്രവാസികളായി ഈ ലോകത്തിൽ താമസിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടണമെങ്കിൽ, നാം ദൈവത്തിൻ്റെ ദർശനം കാണുന്നവരായി തീരണമെങ്കിൽ അചഞ്ചലമായ വിശ്വാസത്തിന് ഉടമകളുള്ളവരായി തീരണം. നാനാവിശ്വാസത്തിൻ്റെ മധ്യത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ കൾച്ചർ എന്തായിരുന്നാലും അതിൻ്റെ മധ്യത്തിൽ ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന് ഏറ്റുപറയുവാൻ നമുക്ക് സാധിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാനും അത് ഏറ്റെടുക്കുവാനും സാധിക്കുകയുള്ളൂ എന്ന് യെഹെസ്കേൽ പ്രവാചകൻ്റെ ജീവിതം ഇവിടെ തെളിയിച്ച് കാണിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, തൃത്വത്തിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസം നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുവാൻ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ കൺട്രോൾ അല്ലെങ്കിൽ സ്വാധീനം ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചാൽ മാത്രമേ നമ്മുടെ വിശ്വാസം ദൃഢപ്പെടുവാനും റിസ്റ്റോർ ചെയ്യുവാനും സാധിക്കുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പ്രവാസികളായി നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം എങ്ങനെയുള്ളതാണ് നമുക്ക് സ്വയമായി ശോധന ചെയ്യാം. ഒന്നാമതായി ഞാൻ പറയുവാൻ ആഗ്രഹിച്ചത് ട്രയൂൺ ഗോഡ് റിസ്റ്റോഴ്സ് അവർ ഫെയ്ത്ത്. രണ്ടാമതായി ട്രയൂൺ ഗോഡ് റിഫ്ലെക്ട്സ് ഇൻ us. തൃത്വം നമ്മിൽ പ്രതിഫലിക്കുന്നു. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 13-ാം അധ്യായം 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണല്ലോ 2-ാം ഭാഗമായി വായിച്ചു കേട്ടത്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതുന്ന 2-ാം ലേഖനമാണ്. പൗലോസിൻ്റെ ഉദ്ദേശം എന്തെന്ന് ചോദിച്ചാൽ, പൗലോസിൻ്റെ അപ്പോസ്തോലിക അധികാരത്തെ ഉറപ്പിക്കുന്നതിന് വേണ്ടി എഴുതിയ ഒരു ലേഖനമാണ്. അന്ന് നിലനിന്നിരുന്ന ഉപദേഷ്ടാക്കന്മാരുടെ
ദുരുപദേശങ്ങൾക്കെതിരെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെയും ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെയും പ്രാധാന്യം നൽകിക്കൊണ്ട് പൗലോസ് അപ്പോസ്തലനാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് വിശ്വാസത്തെ എഴുതിയ ലേഖനമാണ് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം. അവിടെ കൃപയാണ് ആ സഭയ്ക്ക് ആവശ്യം. അതുകൊണ്ടാണ് ആശീർവാദത്തിൻ്റെ ആദ്യം കൃപയെക്കുറിച്ച് പറയുന്നത്. എന്നാൽ 11-ാമത്തെ വാക്യം ഒന്ന് പരിശോധിച്ച് നോക്കിയേ. സന്തോഷിപ്പിൻ, യഥാസ്ഥാനപ്പെടുവിൻ, ആശ്വസിച്ചുകൊള്ളുവിൻ, ഏക മനസ്സുള്ളവരായിരിപ്പിൻ, സമാധാനത്തോടെ ഇരുപ്പിൻ. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് കൂടെ ഇരിക്കും. ഈ 175-ാമത്തെ വർഷത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് ശോധന ചെയ്യാം. നമ്മളിൽ സന്തോഷമുണ്ടോ? നമ്മൾ അന്യോന്യം യഥാസ്ഥാനപ്പെടുത്തുന്നവരാണോ? നമുക്ക് യഥാസ്ഥാനപ്പെട്ട വിശ്വാസത്തിൻ്റെ ഉടമകളായി തീരുന്ന ആളുകളാണോ? നമ്മൾ അന്യോന്യം ആശ്വസിപ്പിക്കുന്നവരാണോ? കരുതുന്നവരാണോ? ഏക മനസ്സുള്ളവരാണോ? ആണെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് കൂടെ ഇരിക്കും. തൃത്വത്തെ ആരാധിക്കുന്നതിനോടൊപ്പം ആ ആരാധന നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവമായി തീരുന്നത് അന്യോന്യം സന്തോഷിപ്പിക്കുകയും അന്യോന്യം ആശ്വസിപ്പിക്കുകയും അന്യോന്യം കരുതുകയും മറ്റുള്ള ആൾക്ക് എന്നിൽ നിന്ന് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും ദൈവസന്നിധിയിൽ ഞങ്ങൾ ഒന്നാണെന്ന് വിശ്വസിക്കുകയും ആ ഒരു മനസ്സോടെ ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്ന ഒരനുഭവം ഉണ്ടാകുമ്പോഴാണ് ഈ തൃത്വം നമ്മളിലൂടെ റിഫ്ലക്റ്റ് ചെയ്യുന്നത്, പ്രതിഫലിക്കുന്നത് എന്ന് ഇവിടെ പറയുന്നു. കഴിഞ്ഞ ആഴ്ച നാം വചനത്തിലൂടെ കേട്ടുവല്ലോ, പല ഇടങ്ങളിൽ നിന്ന് ഒരുമിച്ച് ദൈവത്തെ ആരാധിച്ചപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം അവിടെ ഉണ്ടായിരുന്നപ്പോൾ അവർ അന്യഭാഷയിൽ സംസാരിച്ചു. അവർ എല്ലാവർക്കും അത് മനസ്സിലാകുവാൻ സാധിച്ചു. അവർ ദൈവത്തെ സ്തുതിച്ചു, ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ കാസ്റ്റ്, കളർ, ക്രീഡ്, സെക്സ് ഓർ റിലീജിയൻ. എന്തവസ്ഥയിലായിരുന്നാലും ദൈവത്തിൻ്റെ ആത്മാവ് അവർ വന്നപ്പോൾ, ആ ദൈവത്തെ രുചിച്ചറിഞ്ഞപ്പോൾ, ആ ക്രിസ്തീയ അനുഭവം എന്താണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവരുടെ വ്യത്യാസങ്ങളെ മറന്ന് ഏക മനസ്സോടെ സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ, സൗഖ്യം അനുഭവിക്കുവാൻ, വിടുതൽ പ്രാപിക്കുവാൻ അവർക്ക് സാധിച്ചു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, രണ്ടാമതായി ഈ തൃത്വത്തിൽ നാം വിശ്വസിക്കുന്നതിന് കാരണം ഇറ്റ് വുഡ് ലൈക്ക് ടു റിഫ്ലക്റ്റ് ത്രൂ അസ്. നമ്മൾ ഒരു കണ്ണാടിയായി തീരുവാൻ സാധിക്കണം. നമ്മളെ കാണുന്നവർ ക്രിസ്തുവിനെ കാണുവാൻ ഇടയാകണം. പലപ്പോഴും ഞാൻ പ്രവേശനം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഫെലിക്സ് മാത്യു അച്ഛൻ എൻ്റെ അച്ഛൻ്റെ കൂടെയായിരുന്നു ഏറ്റുമാനൂർ ശുശ്രൂഷ ചെയ്തത്. അച്ഛൻ്റെ പ്രാർത്ഥന ശുശ്രൂഷയ്ക്ക് ശേഷം അവസാനം പുറകിൽ ചെല്ലുമ്പോൾ അച്ഛൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു: അങ്ങേ കണ്ട കണ്ണുകൾ അരുതാത്തതൊന്നും കാണുവാൻ ഇടയാക്കരുതേ. അങ്ങയുടെ ആലയത്തിലേക്ക് നടന്നു കയറിയ ഈ കാലുകൾ വിശുദ്ധിയിൽ മാത്രം നടക്കുവാൻ ഇടയാക്കണമേ. അങ്ങയുടെ തിരു ശരീരരക്തങ്ങളെ വഹിച്ച ഈ കരങ്ങൾ ബലഹീനമാക്കരുതേ, അത് ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ ഇടയാകണമേ. അങ്ങയുടെ തിരുശരീര രക്തങ്ങളെ ഭക്ഷിച്ച് പാനം ചെയ്ത ഞങ്ങളുടെ ജീവിതങ്ങൾ ദൈവത്തെ പ്രതിഫലിപ്പിക്കുന്നതായി തീരുവാൻ ഇടയാക്കണമേ എന്ന് അച്ഛൻ പ്രാർത്ഥിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. പലപ്പോഴും തിരുമേശയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ലാഘവത്തോടെ നമ്മൾ കടന്നു വരുന്നു. മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കാമെന്ന് അച്ഛൻ പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാൽ എങ്ങനെ പ്രാർത്ഥിച്ചാലും യഥാർത്ഥ അനുതാപത്തോടെയാണോ നാം ഈ മേശയിലേക്ക് കടന്നു വരുന്നത്? ഈ മേശയിലേക്ക് കടന്നു വരുന്നതിന് മുൻപ് നാം ചെയ്യേണ്ടുന്നൊരു കാര്യം വ്യക്തമായി അവിടെ പൗലോസ് പറയുന്നുണ്ട്: വിശുദ്ധ ചുംബനം. എന്നാൽ നമ്മളുടെ സംസ്കാരം അനുസരിച്ച് നമ്മൾ ചുംബനമല്ല, കയ്യസൂരിയാണ് നൽകുന്നത്. നാം കയ്യസൂരി നൽകുന്നത് കൈകൂപ്പി അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ച് കാണിക്കും. എന്നാൽ ആ ചിരിയുടെ ഉള്ളിൽ എന്താണ്? അന്യോന്യം എൻ്റെ അപ്പുറത്ത് നിൽക്കുന്നവൻ്റെ വ്യത്യാസം എന്തായിരുന്നാലും ഞാൻ വിശുദ്ധ മേശയിലേക്ക് കടന്നു വരുമ്പോൾ, ദൈവമേ, എൻ്റെ കുറവുകൾ അവൻ്റെ അനുഗ്രഹത്തിന് തടസ്സമായി തീരരുതേ, അവൻ്റെ സൗഖ്യത്തിന് തടസ്സമായി എൻ്റെ കുറവുകൾ നിൽക്കരുതേ എന്ന പ്രാർത്ഥനയോടെ എന്നെ വിനയപ്പെടുത്തി ഏക മനസ്സോടെ എൻ്റെ ദൈവമേ, ഞാനിതാ തിരുമേശയിലേക്ക് കടന്നു വരുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്നുള്ള ചിഹ്നത്തിലാണ് നമ്മൾ കയ്യസൂരി കൊടുക്കുന്നത്. ഇന്നു മുതലെങ്കിലും ആ അർത്ഥത്തെ മനസ്സിലാക്കി വേണ്ടാത്ത എല്ലാ വിദ്വേഷത്തെയും പരാതികളെയും ഒക്കെ മാറ്റിവെച്ച് ക്രിസ്തുവിൽ ഒന്നാണെന്ന് സന്തോഷിച്ച് ആശ്വസിച്ച് വിടുതൽ പ്രാപിക്കുവാൻ വേണ്ടി ഈ തിരുമേശയിലേക്ക് കടന്നു വരാം. ബിക്കോസ് ഇറ്റ് വിൽ റിഫ്ലക്റ്റ് ത്രൂ അസ്. ട്രയൂൺ ഗോഡ് റിഫ്ലക്ട്സ് ഇൻ അസ്. തൃത്വം നമ്മിൽ പ്രതിഫലിപ്പിക്കുന്നു. മൂന്നാമതായി, അവസാനമായി, ട്രയൂൺ ഗോഡ് അഫേംസ് അസ് ഫോർ ഹിസ് മിനിസ്ട്രി. തൃത്വം നമ്മെ അവൻ്റെ ശുശ്രൂഷയ്ക്കായി ഉറപ്പിക്കുന്നു. സുവിശേഷ ഭാഗമായി നാം വായിച്ചു കേട്ട മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 28-ാം അധ്യായം 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ
എല്ലാ വർഷവും നമ്മൾ കേൾക്കുന്ന ഒരു ഭാഗമാണ്. എന്താണ് ഇവിടെ നാം കേൾക്കുന്നത്, എന്താണ് ഇവിടെ വായിക്കുന്നത്, എന്താണ് നമ്മളിവിടെ വായിച്ച് പഠിക്കുന്നത്? അത് യേശുവിൻ്റെ മഹാനിയോഗമാണ്, തൻ്റെ ശിഷ്യന്മാർക്ക് നൽകുന്ന ഒരു നിയോഗമാണ്. ഇതിനു മുൻപ് കർത്താവ് 12 വരെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അയക്കുമ്പോൾ അവരോട് പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്, യഹൂദന്മാരെ ശിഷ്യന്മാരാക്കിക്കൊള്ളുവിൻ. എന്നാൽ ഇവിടെ യേശു തൻ്റെ അവസാന അഭിമുഖത്തിൽ ശിഷ്യന്മാരോട് പറയുകയാണ്, സകല ജാതികളെയും എൻ്റെ ശിഷ്യന്മാർ ആക്കിക്കൊള്ളുവിൻ. ക്രിസ്ത്യാനികളായി മുദ്രയിടപ്പെട്ട നമ്മൾ ഓരോരുത്തരുടെയും നിയോഗം എന്തെന്ന് ചോദിച്ചാൽ എല്ലാവരെയും ശിഷ്യന്മാരാക്കുക എന്നുള്ളതാണ്. എന്തു തന്നെ വ്യത്യാസമുണ്ടായിരുന്നാലും സകല ജാതികളെയും എൻ്റെ ശിഷ്യന്മാരാക്കിക്കൊള്ളുവിൻ എന്നാണ് പറയുന്നത്. നാം ഇത് പറയുന്ന ഉടനെ നമ്മളിപ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, ഗവൺമെൻറ് തടസ്സങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, മിഷൻ പ്രവർത്തനങ്ങൾക്ക് പ്രയാസമുണ്ട്, സമ്മതിച്ചു. പക്ഷേ നമ്മുടെ ജീവിതങ്ങൾ കാണുന്നവർ നമ്മളൊരു മിഷണറിയെ കാണുന്നുണ്ടോ? നമ്മളോടൊരു നിമിഷം സംസാരിച്ചു കഴിഞ്ഞാൽ, നമ്മളോട് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിന് അനുഗ്രഹം ഉണ്ടാകുന്നുണ്ടോ? നമ്മുടെ പ്രാർത്ഥന കേട്ടാൽ അവരുടെ ഉള്ളിലുണ്ടാകുന്ന വിങ്ങൽ കണ്ണുനീരായി പുറത്തു വന്ന് അവർക്ക് ആശ്വാസം ലഭിക്കുന്നുണ്ടോ? നമ്മുടെ പ്രാർത്ഥന ശ്രവിച്ചാൽ അന്യോന്യം സ്നേഹിക്കുവാൻ, അന്യോന്യം കരുതുവാൻ ഒരു ആഹ്വാനം ലഭിക്കുന്നുണ്ടോ? ആണെങ്കിൽ നമ്മൾ ഈ നിയോഗം ഏറ്റെടുത്തവരാണ്. പ്രിയമുള്ളവരെ, ഈ തൃത്വത്തിൽ നമ്മൾ വിശ്വസിക്കുന്നതിന് 3 കാര്യങ്ങളാണ് ഞാൻ പറയുവാൻ ശ്രമിച്ചത്. The triune God. Why should we believe in the triune God? We should believe in the triune God because it restores our faith. It reflects in us. It affirms for his ministry. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ദിവസങ്ങളിൽ സഭയായി ഒരു പ്രാവശ്യം കൂടി ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. കഴിഞ്ഞ ആഴ്ച അഭിമന്യ തോമസ് ശാമുവേൽ തിരുമേനി പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ദേവാലയത്തിൽ നിന്ന് ഇനിയും ശുശ്രൂഷകന്മാർ ഉണ്ടാകണം. 175 വർഷക്കാലമായി നമുക്ക് എത്ര ശുശ്രൂഷകന്മാരുണ്ട്? എനിക്ക് ഓർമ്മയുണ്ട്, സത്യനാനച്ചൻ, ഇപ്പോഴത്തെ എബ്രാംജി സത്യനാനച്ചൻ ഡീക്കനായി ഇവിടെ വന്നതിന് ശേഷം അന്ന് അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഇങ്ങനെ ഒരു അച്ഛനായി കുപ്പായം ഇട്ടിട്ട് നിൽക്കുന്നത് എൻ്റെ പിതാവിന് ശേഷമാണ്. അതിൻ്റെ ഇടയ്ക്ക് നീണ്ട ഒരു കാലയളവുണ്ടായി. അതിനുശേഷം നമ്മുടെ സഭയ്ക്ക് സന്തോഷിക്കാം, ബഹുമാനപ്പെട്ട സാം ജോർജ് കുര്യൻ അച്ഛനായി തീർന്നു. ശുശ്രൂഷയ്ക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ സാമിനോടുകൂടിയോ എന്നോടുകൂടിയോ ഒന്നും അവസാനിക്കുന്നതാകരുത് നമ്മുടെ തോലശ്ശേരിയുടെ പൈതൃകം. നമ്മുടെ എവിടെയായിരുന്നാലും ഞാൻ ദൈവത്തിൻ്റെ ശുശ്രൂഷകനായി തീരും എന്നുള്ളൊരു ദൃഢമായ ഒരു തീരുമാനം ഇന്ന് എടുത്തുകൊണ്ട് പോകണം. മറ്റുള്ളവർ നമ്മളെ കാണുമ്പോൾ ദൈവത്തെ കാണുവാൻ ഇടയാകണം. നമ്മളോട് സംസാരിക്കുമ്പോൾ മറ്റുള്ളവർ പറയണം, ഇവനൊരു ക്രിസ്ത്യാനിയാണ്, ഇവൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ഉപ്പിനാൽ രുചി വരുത്തിയതാണ്, ഇവൻ എന്നോട് ക്ഷമിക്കും, ഇവനോട് ഞാൻ അങ്ങനെ ചെയ്തിട്ടും ഇവൻ എന്നോട് തിരിച്ചങ്ങനെ കാണിച്ചില്ല, കാരണം അവൻ്റെ ഉള്ളിൽ ക്രിസ്തുവിൻ്റെ സ്നേഹമുണ്ട് എന്ന് പറയുന്നൊരനുഭവം ഉണ്ടായാൽ മാത്രമേ ഈ തൃത്വം നമ്മളിലൂടെ പ്രതിഫലിക്കത്തുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളൊരു വിശുദ്ധ മേശയിലേക്ക് കടന്നു വരുവാൻ വീണ്ടും ഒരുങ്ങുകയാണ്. നമ്മുടെ ജീവിതങ്ങളെ നമുക്കൊന്ന് ശോധന ചെയ്യാം. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് ശോധന ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ തടസ്സമായി നിൽക്കുന്ന എല്ലാ പാപങ്ങളെയും എല്ലാ കുറവുകളെയും ദൈവസന്നിധിയിൽ ഒന്ന് ഓർക്കാം. ദൈവമേ, ഈ സന്തോഷത്തിൻ്റെ, ഈ സുഖത്തിൻ്റെ, ഈ അനുഗ്രഹത്തിൻ്റെ മധ്യത്തിൽ ഞാൻ നിന്നെ മറന്നു പോകാതെ നിന്നിൽ ഉറച്ചുകൊണ്ട് നിന്നുള്ള നാക്കിലേക്ക് ഓടുവാൻ, മടി കൂടാതെ ഓടുവാൻ, തളർച്ച കൂടാതെ, ക്ഷീണം കൂടാതെ ഓടുവാൻ എന്നെ ഇടയാക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് ശോധന ചെയ്യാം. ദൈവമേ, അന്യോന്യം കരുതുവാൻ, അന്യോന്യം ക്ഷമിക്കുവാൻ, അന്യോന്യം ആശ്വസിപ്പിക്കുവാൻ എന്നെ ഇടയാക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയിലുള്ള ഒരു മാനസാന്തരം എനിക്ക് ആവശ്യമാണ്. അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നുറപ്പായി ഞാൻ പ്രഖ്യാപിക്കുന്നു എന്ന് ആത്മാർത്ഥമായി പറയാം. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് സ്വന്തരക്ഷിതാവും കർത്താവുമായി, യേശു നിങ്ങളുടെ സ്വന്തരക്ഷിതാവും കർത്താവുമായി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരും. കടന്നു വന്നാൽ മാത്രം പോരാ, നമ്മൾ ഈ പ്രാപിച്ചിരിക്കുന്ന ഈ അനുഗ്രഹം, പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം ഈ ദേവാലയത്തിൽ തീരുന്നതാകരുത്. പുറത്തിറങ്ങി ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കുന്നവരായി തീരുവാൻ നമ്മൾ ഇടയാക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. പാപസമുദ്രത്തിലയോ പാടിലുഴന്നീടുന്നയ്യോ പാലകാ നിൻ ചിത്തം ശുദ്ധം ആക്കി പാലിച്ചിടുക. പാലകായൻ ചിത്തം ശുദ്ധം ആക്കി
പാലിച്ചിടുക. എൻ രക്ഷകനാം യേശുവേ, എന്നെ ദയോടെ കാത്തു എന്നെ ദൈവഭക്തിയിൽ വളർത്തി നന്നാക്കിടുക. എന്നെ ദൈവഭക്തിയിൽ വളർത്തി നന്നാക്കി. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗ്ഗീയ നല്ല കർത്താവേ, ഇന്നത്തെ വചന കേൾവി ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമാക്കി തീർത്ത കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം. അങ്ങേ ദർശിച്ച കണ്ണുകൾ അരുതാത്തൊന്നും ദർശിക്കുവാനിടയാക്കരുതേ. അങ്ങേ ആരാധിക്കുവാൻ വേണ്ടി ദേവാലയത്തിലേക്ക് നടന്നു വന്ന ഈ കാലുകൾ യാതൊന്നിലേക്കും തെറ്റായതിലേക്ക് സഞ്ചരിക്കുവാനിടയാക്കരുതേ. അങ്ങേ ഭക്ഷിക്കുവാൻ, അങ്ങേ രുചിക്കുവാൻ പോകുന്ന ഞങ്ങളുടെ ശരീരങ്ങൾ ദൈവസന്നിധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ ഉള്ളിലുള്ള കുറവുകളെ പോക്കി ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ അങ്കികൾ എത്ര പാപപങ്കലമായാലും അതിനെ ശുദ്ധീകരിച്ച് ഹിമം പോലെ ഞങ്ങളെ വെടിപ്പാക്കണമേ. ഇന്നത്തെ വചന കേൾവിയിൽ ആദ്യോടെ നാം കർത്താവിൻ്റെ കൃപ വ്യാപരിച്ചുവല്ലോ. യെഹെസ്കേലിനുണ്ടായ ദർശനം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവമായി തീരുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. ദൈവത്തിൻ്റെ മഹത്വവും തേജസ്സും ദർശനവും ദേവാലയത്തിൽ ഒതുങ്ങിയതല്ല, പിന്നെയോ അത് ഞങ്ങളുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവരിലേക്ക് പ്രതിഫലിപ്പിക്കുന്നതായി തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങിടയാക്കണമേ. കർത്താവെ, ഞങ്ങളുടെ നിയോഗം എന്തെന്ന് മനസ്സിലാക്കി സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവാൻ ഞങ്ങളെ അങ്ങിടയാക്കണമേ. കർത്താവെ, അങ്ങയെ പ്രതിഫലിപ്പിക്കുന്ന, അങ്ങയെ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുന്ന ജീവിതത്തിൻ്റെ ഉടമകളായി തീരുവാൻ ഞങ്ങളെ അങ്ങിടയാക്കണമേ. മാനവും മഹത്വവും അങ്ങെടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ.